പരിശുദ്ധ ദൈവമാതാവിൻ്റെ വണക്കമാസം 5-ാം തീയതി പരിശുദ്ധ കന്യകയെ ദേവാലയത്തിൽ സമർപ്പിക്കുന്നു. വിശുദ്ധ യോവാക്യമിനും വിശുദ്ധ അന്നാമയ്ക്കും സന്താനഭാഗ്യമില്ലാതിരുന്നതിനാൽ അവർ ദുഃഖാർത്തരായി കഴിഞ്ഞിരുന്നു. എന്നാൽ അവരുടെ പ്രാർത്ഥനകളിലും ഉപവാസങ്ങളിലും സംപ്രീതനായി ദൈവം അവരെ അനുഗ്രഹിച്ചു. അവർക്കൊരു പുത്രി ജനിച്ചു. അവൾക്ക് മേരി എന്ന നാമധേയം നൽകി. മേരി എന്ന നാമത്തിൻ്റെ അർത്ഥം നാഥ, രാജ്ഞി, സമുദ്രതാരം എന്നെല്ലാമാണ്. ഈശോ എന്ന തിരുനാമം കഴിഞ്ഞാൽ ഇത്ര മധുരമനോജ്ഞമായ നാമം വേറെയില്ല. സന്താനമുണ്ടാകുന്ന പക്ഷം ദൈവത്തിന് സമർപ്പിക്കുന്നതാണെന്ന് സന്താനലബ്ധിക്ക് മുൻപ് തന്നെ അവർ വാഗ്ദാനം ചെയ്തിരുന്നു. ശിശുവായ മേരിയെ മാതാപിതാക്കന്മാർ വളരെ സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടിയാണ് വളർത്തിക്കൊണ്ടുവന്നത്. മേരിയുടെ നാമശ്രവണത്തിൽ ഭൂസ്വർഗവും സ്വർഗങ്ങൾ ആനന്ദിച്ചു. കുഞ്ഞു മേരി ശൈശവത്തിൽ തന്നെ ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞവളായിരുന്നു. അവരുടെ അസ്തിത്വം മുഴുവനും ദൈവത്തിന് വേണ്ടിയായിരുന്നുവല്ലോ. യഹൂദാചാര പ്രകാരമുള്ള പ്രാർത്ഥനകളിലും മതകർമ്മങ്ങളിലും ഔത്സുക്യം പ്രദർശിപ്പിച്ചു. യഹൂദരുടെ പ്രധാന പ്രാർത്ഥന സങ്കീർത്തനാലാപങ്ങൾ ആലപിക്കുകയായിരുന്നു. മേരി അവ ഹൃദ്യസ്ഥമാക്കി പലപ്പോഴും ജപിച്ചു വന്നിരിക്കണം. പിൽക്കാലത്ത് മേരിയുടെ കൃതജ്ഞതാലാപനം അവൾക്ക് വിശുദ്ധ ഗ്രന്ഥത്തിലുള്ള അവാഗഹമായ വ്യുൽപ്പത്തി പ്രസ്പഷ്ടമാക്കുന്നുണ്ട്. യഹൂദ ബാലികമാരിൽ പലരും യൗവനപ്രായമാകുന്നതുവരെ ദേവാലയത്തിൽ വസിച്ചിരുന്നു. അവരുടെ ശിക്ഷണത്തിനായി ദേവാലയത്തിൽ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തിരുന്നു. പക്വമതികളായ ചില വനിതകൾ അതിനായി നിയുക്തരായിട്ടുണ്ടാകും. ബാല്യത്തിൽ മാതാപിതാക്കന്മാരിൽ നിന്നുള്ള വേർപാട്, ഇപ്രകാരമുള്ള അർപ്പണത്തിൻ്റെ അലംഘനീയത ഉളവാക്കുന്ന ദുഃഖം, ഇവയൊന്നും ശിശുവായ മേരിക്ക് പ്രതിബന്ധമായില്ല. ദൈവം മാതാപിതാക്കന്മാർക്ക് സന്താനങ്ങളെ നൽകുന്നത് നല്ലവരായി അവരെ വളർത്തി ദൈവത്തിന് സമർപ്പിക്കുവാനാണ്. അവരെ കുടുംബത്തിൻ്റെ അഭിമാനപാത്രങ്ങളും സമൂഹത്തിൻ്റെ മണിദീപങ്ങളുമായി വളർത്തേണ്ടതാണ്. മക്കളോടുള്ള അതിവാത്സല്യമോ അവരുടെ ശിക്ഷണത്തിൽ വേണ്ടത്ര ശ്രദ്ധ പതിക്കാത്തതോ അവരെ സംബന്ധിച്ചിടത്തോളം ഗർഹണീയമായ കൃത്യവിലോപമത്രേ. മേരിയുടെ മാതാപിതാക്കന്മാർക്ക് വേറെ സന്താനങ്ങൾ ആരുമില്ലാതിരുന്നിട്ടും സന്തോഷപൂർവ്വം ദൈവത്തിന് അർപ്പിച്ചു. മേരിയും സ്വമനസ്സ ദൈവത്തിന് തന്നെ അർപ്പിക്കുകയാണ്. ആജീവനാന്തം ആ അർപ്പണം പരിപൂർണമായിരുന്നു. ജ്ഞാനസ്നാന സ്വീകരണത്തിൽ ഒരു ക്രിസ്ത്യാനി ദൈവത്തിന് സ്വയം അർപ്പിക്കുന്നു. പക്ഷേ നമ്മുടെ ജീവിതം ആ അർപ്പണത്തിന് അനുയോജ്യമാണോ എന്ന് നാം ചിന്തിക്കണം. ഓരോ പ്രവൃത്തിയും ആ അർപ്പണത്തിന് വിധേയമായിരിക്കേണ്ടതാണ്. വിശുദ്ധ കൊച്ചു ത്രേസ്യായും ദേവദാസി സിസ്റ്റർ അൽഫോൻസായും അവരുടെ മാതാക്കൾ ബാല്യത്തിൽ തന്നെ മരിച്ചത് നിമിത്തം ദൈവജനനിയെ തങ്ങളുടെ അമ്മയായി സ്വീകരിച്ചതായി അവരുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവജനനി ദേവാലയത്തിൽ ലോകപരിത്രാതാവിൻ്റെ ആഗമനത്തെ ആകാംക്ഷാപൂർവ്വം കാത്തിരുന്നു. അതിനായി അവൾ തീക്ഷ്ണതാപൂർവ്വം പ്രാർത്ഥിക്കുകയും ഉപവാസവും ത്യാഗകൃത്യങ്ങളും അനുഷ്ഠിക്കുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയൊരു സംഭവം കേട്ടാലോ. ബെവറിംഗ് ബെൽജിയത്തിലുള്ള ഒരു ഗ്രാമമാണ്. 1932 പരിശുദ്ധ കന്യക അവിടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ഞാൻ പാപികളെ മാനസാന്തരപ്പെടുത്തുമെന്ന്. ആ സ്ഥലം ഇന്നും ഒരു മരിയഭക്തി കേന്ദ്രമായി വളർന്നു കഴിഞ്ഞു. അനേകം പേർ അവിടെ സന്ദർശിച്ച് മാനസാന്തരപ്പെട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത് റെഡ് ഫ്ലാഗ് എന്ന കമ്മ്യൂണിസ്റ്റ് പത്രത്തിൻ്റെ പത്രാധിപരുടേതാണ്. 2-ാം ലോക മഹായുദ്ധകാലത്ത് അയാളെ നാസികൾ തടവിലാക്കി ജീവൻ അപകടത്തിലായി. അയാൾ ഉടനെ തന്നെ പരിശുദ്ധ കന്യകയെ സ്മരിച്ചു. തന്നെ മോചിപ്പിക്കുന്ന പക്ഷം സത്യവിശ്വാസത്തിലേക്ക് പ്രത്യാഗമിക്കുന്നതാണെന്ന് വാഗ്ദാനം ചെയ്തു. അയാൾ മോചിതനായി. പക്ഷെ വിശ്വാസം സ്വീകരിക്കുന്നതിന് വിമുഖനായിരുന്നു. 1945 അയാൾ വലിയ വിശ്വാസമൊന്നുമില്ലാതെ ബെവറിങ്ങിലേക്ക് ഒരു തീർത്ഥയാത്ര നടത്തി. വെറും ഒരു കാഴ്ചക്കാരനായി പരിശുദ്ധ കന്യകയുടെ തിരുസ്വരൂപത്തിന് മുൻപിൽ നിന്ന് അദ്ദേഹം പെട്ടെന്ന് ഭക്തജനങ്ങളോടൊപ്പം മുട്ടുകുത്തി താൻ വഴി പരിശുദ്ധ കന്യക വലിയ കാര്യങ്ങൾ ലോകത്തിന് ചെയ്യുവാൻ പോകുന്നതായി അദ്ദേഹത്തിന് ദൈവിക ദർശനം ലഭിക്കുകയുണ്ടായി. പരിപൂർണമായ ഒരു പരിവർത്തനമാണ് അദ്ദേഹത്തിനുണ്ടായത്. അദ്ദേഹമാണ് ബെൽജിയത്തിൽ ലീജിയൻ ഓഫ് മേരിയുടെ സ്ഥാപകൻ.